ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും നമ്മളോടൊപ്പം ടിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. ടിൻസ്, താങ്കൾ സുരക്ഷിതനാണോ? എന്താണ് അവിടുത്തെ സാഹചര്യം? ഞാനിപ്പോൾ സുരക്ഷിതരാണ്. ഞാൻ മാത്രമല്ല, നമ്മളിവിടെ ഏകദേശം ഒരു 20,000-ഓളം മലയാളികളെങ്കിലും ഇവിടെ കാണും, ഇന്ന് ഇസ്രായേലിലുണ്ടാവും. ഇവരെല്ലാവരും ഇതുവരെ സുരക്ഷിതരാണ്. ഇപ്പം ഭരണകൂടം നമുക്ക് കറക്റ്റ് സമയങ്ങളിലൊക്കെ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ബങ്കറുകളിലേക്ക് മാറും, അല്ലെങ്കിൽ അതനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അവിടെ നിന്ന്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് മിസൈൽ അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്ന നിമിഷം തന്നെ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു അലേർട്ട് വരും. അപ്പൊ ആ അലേർട്ട് നമ്മൾ മൊബൈൽ എടുക്കുന്ന നിമിഷം വരെ നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ പോലും അതിൽ നമുക്ക് ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതെടുത്ത് നമ്മളത് ഓക്കെ പറഞ്ഞ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് അടുത്തുള്ള ബങ്കറുകൾ അവിടെയാണ്, ഓരോ കെട്ടിടത്തിലും ഈ ബങ്കറുകൾ ഉണ്ടാവും. ആ ബങ്കറുകളിലേക്ക് നമ്മൾ മാറാനാണ് അവർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പം ഈ അലേർട്ട് കിട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആയിരിക്കും ഇവിടുത്തെ ഔദ്യോഗികമായിട്ട് സൈറൻ വരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസൈൽ ഏറെക്കുറെ നമ്മളുടെ ഇതിലേക്ക് 1500 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന ആ ഒരു ഗ്യാപ്പാണ് 10 മിനിറ്റ്. അവിടെ ആ സമയം കൊണ്ട് നമ്മൾ ബങ്കറിൽ മാറും. ബങ്കറിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ കുഴപ്പമില്ല, സേഫാണ്. അതുപോലെ തന്നെ ഇസ്രയേലിലെ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ഇല്ല, ഇന്ത്യൻ എംബസിയിൽ നിന്ന് നമുക്ക് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരറിയിപ്പും നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ സുരക്ഷിതരാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആദ്യമേ ഹമാസിന്റെ ആ ഒരു പ്രശ്നമൊക്കെ വന്ന സമയത്ത് നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്ന് നിർദ്ദേശം വരികയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തിരിച്ചു പോരാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല. ശരി, അവിടുത്തെ മറ്റു മലയാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? മറ്റു മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പരിസരത്ത് എല്ലാം തന്നെ മലയാളികളാണ്. ഇപ്പൊ എവിടെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാലും എല്ലാം നമ്മൾ കാണുന്ന മലയാളികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ആർക്കും ഒരു പ്രശ്നവും ഇല്ല നിലവില്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ഥലം വിട്ടൊഴിയാനോ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല. നമുക്കിപ്പോ നാട്ടിലത്തെ മാധ്യമങ്ങളിൽ നമുക്ക് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇറാൻ നിർദ്ദേശം നൽകിയെന്നൊക്കെ കേട്ടു. പക്ഷെ നമ്മളുടെ ഇസ്രായേൽ ഭരണകൂടം നമുക്ക് അങ്ങനത്തെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ഞങ്ങളിപ്പോൾ ഇവിടെയൊക്കെ റൂം എടുത്തൊക്കെ ഞങ്ങൾ താമസിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇവിടെ നിന്നും നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് വേറൊരിടത്തേക്ക് പോകുക എന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതാണ് അവസ്ഥ. ശരി, മനസ്സിലാക്കുന്നു. താങ്കൾ സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നു. സുരക്ഷിതനായിട്ട് തന്നെ ഇരിക്കൂ. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കാരണം ഇസ്രയേൽ ഇറാൻ സംഘർഷം കടുത്തുകൊണ്ടിരിക്കുകയാണ്, സംഘർഷം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആശങ്കയിലാണ് അവിടെയുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ കാര്യത്തിൽ. അപ്പോൾ നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? ഇല്ല, ഇവിടെ ഇന്ത്യക്കാരായ ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ ഒരു ആശങ്കയില്ല. 100% സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവിടെയുള്ള മീഡിയകൾ ഒരു വലിയ തോതിൽ പെരുപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പേരൻസ്, നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും വളരെ പാനിക്കാണ് അവിടുത്തെ വാർത്തകൾ കണ്ടിട്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ഈ നാട്ടിലില്ല. ഇവിടെ 1-2 അവർ വിടുന്ന മിസൈലുകൾ വളരെ കുറച്ചൊക്കെ അയൺഡോം തകർത്തതിന് ശേഷം വരുന്ന കത്തി അമർന്ന് അതിന്റെ അവശിഷ്ടങ്ങൾ വീഴുന്ന വീഡിയോകളാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അല്ലെങ്കിൽ കേരളത്തിലെ മീഡിയകൾ പ്രചരിപ്പിക്കുന്നത്. വളരെ കുറച്ച് മാത്രമാണ് താഴെ വരുന്നുള്ളൂ. അത് കുറച്ച് കെട്ടിടങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കി ഏകദേശം 15ഓളം പേര് ഇതിനോടകം മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഷെൽട്ടറുകളിൽ കയറിയവരായിരുന്നില്ല. അപ്പോൾ ഷെൽട്ടറുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, കാരണം അത്രമാത്രം നമുക്ക് സെക്യൂരിറ്റി ആ ഷെൽട്ടറുകൾക്കുണ്ട്. അത്രയും നല്ല ഒരു ബിൽഡിങ്ങുകളാണ് ഓരോ ഷെൽട്ടറുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം ഞങ്ങള് ആദ്യമേ ഇവിടെ വന്ന കാലം മുതലേ ഞങ്ങൾ യുദ്ധഭൂമിയിൽ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം ഇവിടെ നിലവിലില്ല. പക്ഷെ ആവശ്യമില്ലാത്ത ഭയം ഇവിടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അവിടെ നിന്ന് വിളിക്കുന്നവരാണ് ഇവിടെ ഇങ്ങനെ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത കാണുന്നു, നിങ്ങൾ അവിടെ വലിയ പ്രശ്നത്തിലല്ലേ എന്ന് ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഭരണകൂടം നൽകുന്ന ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ സെക്യൂരിറ്റിയാണ്. കാരണം നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് അവർക്കൊരു മെസ്സേജ് അയച്ചാൽ ആ നിമിഷം തന്നെ നമുക്ക് ഇവിടെ വേണ്ട സഹായങ്ങളെല്ലാം എത്തും. കാരണം നമ്മുടെ ചുറ്റും തന്നെ അവരുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? നമുക്ക് അന്നം തരുന്ന നാടാണ്. ഈ നാടിന്റെ കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടെ നിൽക്കണമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയോടെ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ. ശരി ടിൻസ്, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. താങ്കൾ സുരക്ഷിതരായിരിക്കണം സുരക്ഷിതനാണെന്ന് വിശ്വസിക്കുന്നു.
വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.